അയാൾ മരിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ ഇന്നും കുറ്റക്കാരൻ തന്നെയായിരിക്കും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബസ്സിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോ, ആ പെൺകുട്ടി ഇട്ട വീഡിയോ, അതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഏറ്റവും വലിയ തെറിയായിരുന്നു ആ കമന്റിൽ. ഇന്ന് അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മാന്യമായി അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. അയാൾ എല്ലാവരും കുറ്റക്കാരനാക്കും. അയാൾ മരിച്ചപ്പോഴാണ് അതിൽ വീഡിയോ സ്ലോ ആക്കിയതും അതെന്താണ് ഇഷ്യൂ എന്നുള്ളത് ആൾക്കാർ അറിഞ്ഞത്. ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യം, അയാളുടെ മരണത്തിന് നമ്മൾ ഓരോരുത്തരും കാരണക്കാർ തന്നെയാണ്. ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകൾ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ നിങ്ങൾ ഈ കമന്റ് ഇടുമ്പോൾ ഇതുപോലെ പലരുടെയും മരണത്തിന് നിങ്ങൾ ഉത്തരവാദികളാണ്. ഇന്ന് ഒരു സബ്ജക്റ്റ്, ഒരു കണ്ടന്റിന് വേണ്ടി ആൾക്കാർ നടക്കുകയാണ്. കാരണം എന്താ അറിയോ, ഇന്ന് സോഷ്യൽ മീഡിയ പണം കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും മരിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്റെ കണ്ടന്റ് വേണം. എനിക്ക് ലൈവ് കണ്ടന്റിനാണ് മാർക്കറ്റ്. അത് മാത്രമേ ഇൻസ്റ്റാഗ്രാം സ്വീകരിക്കുന്നുള്ളൂ, ലൈവ് കണ്ടന്റ്. അപ്പൊ ആ ലൈവ് കണ്ടന്റ് ഇടുന്ന എല്ലാവർക്കും പൈസ കിട്ടും. പൈസ കിട്ടിയാൽ മതി, ആര് ചത്താലും ഒരു കുഴപ്പമില്ല. അപ്പൊ ദയവ് ചെയ്ത് ഇനിയെങ്കിലും കാര്യം എന്താണെന്നറിയാതെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാതിരിക്കുക. ഇത് കുറച്ച് ദിവസം ഓടും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വിഷയം വരും. അത് തന്നെ ഇപ്പോൾ ഇത്ര കാലം സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവൊന്നും വേണ്ട. ഒരു സിനിമ തുടങ്ങും, അതിന്റെ മുന്നിലുണ്ടാവും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണ്.